കരയിലും വെള്ളത്തിലും ഒരുപോലെ ഇറങ്ങാൻ കഴിയുന്ന ജലവിമാനം നെടുമ്പാശ്ശേരിയിലെത്തി. കേരളത്തിന്റെ ടൂറിസം രംഗത്ത് പുതിയ വാതായനങ്ങൾ തുറക്കുന്ന വാണിജ്യാടിസ്ഥാനത്തിലുള്ള ആദ്യ ജലവിമാനത്തിനെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. ഞായറാഴ്ച കൊല്ലം അഷ്ടമുടിക്കായലിൽ നിന്നും പുന്നമട കായലിലേക്കാണ് ജലവിമാനത്തിന്റെ ഉദ്ഘാടന സർവീസ്. 6 പേർക്ക് ഇരിക്കാവുന്ന വിമാനം മസ്കറ്റിൽ നിന്നാണ് എത്തിയത്. ആലപ്പുഴ, കൊല്ലം, ബേക്കൽ എന്നിവിടങ്ങളിലാണ് ജലവിമാന സർവീസിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ജലവിമാനത്തിൽ അരമണിക്കൂർ യാത്ര ചെയ്യാൻ 4000 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഘട്ടം ഘട്ടമായി കൂടുതൽ കേന്ദ്രങ്ങളിൽ ജലവിമാന സർവീസുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. കേരള ടൂറിസത്തിൻ്റെ വളർച്ചയിൽ സീപ്ലെയിൻ പ്രോജക്റ്റ് നമ്മുടെ ഹൗസ് ബോട്ടുകളെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം നമ്മുടെ ജലാശയങ്ങൾ വളരെ സമ്പന്നമാണ്. ജലാശയങ്ങളിൽ സീപ്ലെയിൻ പ്രോജക്റ്റ് വരുന്നതോടുകൂടി സഞ്ചാരികൾക്ക് കാഴ്ചയുടെ ഒരു പുതിയ അനുഭവം നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൈരളി ഏവിയേഷന്റെ ഉടമസ്ഥതയിലാണ് ജലവിമാനം. ജലവിമാനത്തിനായി വാട്ടർ ഡ്രോമുകളും ഫ്ലോട്ടിംഗ് ജെട്ടികളും തയ്യാറായി കഴിഞ്ഞു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ജലവിമാനം വിജയകരമായി സർവീസ് നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ ടൂറിസം വികസനത്തിന് അനന്തമായ സാധ്യതകൾ തുറന്നിടുന്നതാണ് സീപ്ലെയിൻ പദ്ധതി. അടുത്ത മാസം ആരംഭത്തോടെ ജലവിമാന സർവീസ് ആരംഭിക്കും. സുവി വിശ്വനാഥൻ, കൊച്ചി, ഇന്ത്യ വിഷൻ.